നമസ്കാരം. ഞെട്ടലോടെയാണ് ആ വാർത്ത ക്രിക്കറ്റ് ആരാധകർ കേട്ടത്. IPL റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നയിക്കാൻ ഒരു ഘട്ടം വരെ വിശ്വസിച്ചിരുന്നത് കോഹ്ലി എത്തുമെന്നുമാണ്. എന്നാൽ അപ്രതീക്ഷിതമായാണ് മറ്റൊരു പേര് ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. IPL പുതിയ സീസണിലേക്കുള്ള RCB ടീമിനെ നയിക്കാൻ ഇന്ത്യൻ മധ്യനിര ബാറ്ററായ രജത് പാഠിദാറാണ് വരാൻ പോകുന്നത്. RCB ടീം മാനേജ്മെന്റിന്റെ ഈ തീരുമാനം ആരാധകരെ ശരിക്കും ഞെട്ടിപ്പിക്കുക തന്നെ ചെയ്തു. സോഷ്യൽ മീഡിയയിൽ സമ്മിശ്രമായാണ് ആരാധകർ ഇതിനോട് പ്രതികരിച്ചത്. RCB ഫാൻസിൽ ഭൂരിഭാഗവും ഈ തീരുമാനത്തിൽ ഒട്ടും ഹാപ്പി അല്ല എന്നാണ് പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് RCB നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. RCB ടീം ഡയറക്ടർ മോ ബോബറ്റും മുഖ്യ കോച്ച് ആൻഡി ഫ്ലവറും ചേർന്നാണ് ഇതേക്കുറിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ആഭ്യന്തര ക്രിക്കറ്റിൽ മധ്യപ്രദേശ് ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് IPL RCBയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കും പാഠിദാറിന് നറുക്കുവിട്ടിരിക്കുന്നത്. മുൻ സൗത്ത് ആഫ്രിക്കൻ സൂപ്പർ താരവും ക്യാപ്റ്റനുമായിരുന്ന ഫാഫ് ഡു പ്ലസിസിക്ക് പകരമാണ് അദ്ദേഹം RCBയുടെ കടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. 2022 മുതൽ കഴിഞ്ഞ സീസൺ വരെ RCB നയിച്ചത് ഡുപ്ലസിയാണ്. എന്നാൽ സീസണിന് ശേഷം അദ്ദേഹത്തെ RCB കൈവിടുകയായിരുന്നു. പുതിയ നായകനായി മുൻ ക്യാപ്റ്റൻ കൂടിയായ വിരാട് കോഹ്ലി വീണ്ടും വന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി പരന്നിരുന്നതാണ്. എന്നാൽ വീണ്ടും നായക സ്ഥാനം ഏൽക്കാൻ താല്പര്യമില്ല എന്നായിരുന്നു കോഹ്ലി പറഞ്ഞത്. ഇതേ തുടർന്നാണ് പാഠിദാറിനെ ഈ റോളിലേക്ക് കൊണ്ടുവരാൻ ടീം മാനേജ്മെന്റ് തീരുമാനിച്ചത്. 2021 IPL റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമിലൂടെയാണ് രജത് പാഠിദാർ ടൂർണമെന്റിൽ അരങ്ങേറിയത്. പക്ഷേ സീസണിന് ശേഷം താരത്തെ അവർ കൈവിടുകയായിരുന്നു. 2022 ലേലത്തിൽ ഒരു ഫ്രാഞ്ചൈസിയും പാഠിദാറിനെ വാങ്ങാൻ തയ്യാറായില്ല. പക്ഷെ സീസണിന്റെ പകുതിയിൽ വെച്ച് ഒരു താരത്തിന് പരിക്കേറ്റപ്പോൾ പാഠിദാറിനെ RCB ടീമിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു. അതിനുശേഷം പാഠിദാർ RCBയുടെ സ്ഥിരം സാന്നിധ്യമായി മാറുകയും ചെയ്തു. കഴിഞ്ഞ സീസണിൽ 11 കോടി രൂപയ്ക്കാണ് താരത്തെ അവർ നിലനിർത്തിയത്. ഇപ്പോഴത്തെ ടീമിന്റെ നായക സ്ഥാനത്തേക്കും പാഠിദാർ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. IPL 27 മത്സരങ്ങളിലാണ് താരം കളിച്ചിട്ടുള്ളത്. 1 സെഞ്ചുറിയും 7 അർദ്ധ സെഞ്ചുറികളും അടക്കം 799 റൺസ് അടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. രജത് പാഠിദാറിനെ പുതിയ RCB ക്യാപ്റ്റനാക്കിയതിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് ആരാധകർ പ്രതികരിച്ചിട്ടുള്ളത്. RCB ടീം മാനേജ്മെന്റിൽ നിന്നും ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾ സംഭവിച്ചതിൽ അത്ഭുതമില്ല. നേരത്തെയും പല മണ്ടൻ തീരുമാനങ്ങളും അവർ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ രജത് പാഠിദാറിനെ ക്യാപ്റ്റനാക്കിയത് അല്പം കടന്നുപോയി എന്നായിരുന്നു ഒരു പ്രതികരണം. രജത് പാഠിദാറാണ് IPLന്റെ പുതിയ സീസൺ RCBയെ നയിക്കാൻ പോകുന്നത് എന്നറിയപ്പോൾ വലിയ ആശ്ചര്യമാണ് തോന്നിയത്. ഇത്രയും വലിയൊരു ലീഗിൽ RCBയെ പോലെ വലിയ ആരാധക വൃന്ദമുള്ള ഒരു ഫ്രാഞ്ചൈസിയെ അദ്ദേഹത്തിന് നയിക്കാൻ സാധിക്കുമോ എന്ന കാര്യം സംശയം തന്നെയാണ്. എങ്ങനെയാകും ക്യാപ്റ്റൻ എന്ന നിലയിൽ പാഠിദാർ പെർഫോം ചെയ്യുകയെന്ന് അറിയാൻ കാത്തിരിക്കുകയായിരുന്നു എന്നും ആരാധകർ പറയുകയാണ്. RCBയിൽ നിന്നും ഇത്തരമൊരു തീരുമാനം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. സ്ഥിരം നായകനാക്കാൻ ശേഷിയുള്ള ഒരാളെ അടുത്ത IPL സീസണിൽ ടീമിൽ എത്തിക്കുന്നത് വരെ വിരാട് കോഹ്ലിക്ക് ഒരിക്കൽ കൂടി ഈ ചുമതല ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. എന്തായാലും വിരാട് കോഹ്ലിക്ക് പകരമാകുമോ പാഠിദാർ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. എന്തായാലും കാത്തിരുന്ന് കാണാം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്ന IPLന് മുന്നോടി നടത്താൻ പോകുന്നത് എന്ന്.